ഇവിടെ കറങ്ങി നടക്കാതെ വീട്ടിൽ പോകാൻ നോക്ക്. മഹിയുടെ സ്വരത്തിൽ എന്തെന്നില്ലാത്ത ഗൗരവം നിറഞ്ഞു. അവൾ തലയാട്ടിക്കൊണ്ട് തിരിഞ്ഞു നടന്നു. ഈശ്വര, ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചേ? അത്രയും അടുത്ത് താൻ ആദ്യമായാണ് മഹിയേട്ടനെ കാണുന്നത്. ഒരു വേള താൻ സ്വപ്നം കാണുകയാണോ എന്ന് പോലും അവൾക്ക് തോന്നി. അവൾ സ്വന്തം കയ്യിൽ ഒന്ന് നുള്ളി നോക്കി. വേദനിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സത്യമാണോ? അവൾക്കിപ്പോഴും വിശ്വാസം വന്നിട്ടില്ല. ഒന്ന് തിരിഞ്ഞു നോക്കിയാലോ? ആളെ ശരിക്കും കണ്ടുകൂടിയില്ല. അവൾ തിരിഞ്ഞു നോക്കി. മഹി കുളത്തിലേക്ക് നോക്കിയിരിക്കുകയാണ്. ശേ, എന്തൊക്കെയോ വിചാരിച്ചു. ശരിക്കും മഹിയേട്ടൻ തന്നെ നോക്കുമെന്നാ കരുതിയേ. അവൾ നിരാശയോടെ തിരികെ നടന്നു. എന്നാലും സാരമില്ല, ഇത്രയും അടുത്ത് കാണാൻ പറ്റിയില്ലേ, അത് തന്നെ ഭാഗ്യം. എന്താണ് ഉമ്മക്കുട്ടിയുടെ മുഖത്ത് ഇത്രയും തെളിച്ചം? വല്ല നിധിയും കിട്ടിയോ? പാത്രം കഴുകുകയായിരുന്ന വിജയലക്ഷ്മി ചിരിച്ചുകൊണ്ട് അന്വേഷിച്ചു. ഏയ്, അവൾ തല താഴ്ത്തിക്കൊണ്ട് അവരെ ഇറുക്കി പുണർന്നു. എന്താണ് പെണ്ണെ നിനക്ക്? മുത്തശ്ശി, ഞാനൊരു കാര്യം പറയട്ടെ. ദാ ഇങ്ങോട്ട് നോക്ക്. എന്നോട് എന്തെങ്കിലും ചോദിക്കാൻ നിനക്ക് മുഖവുര വേണമോ? അതിനുള്ള അധികാരം നിനക്കുണ്ട്. അവളെ തൻ്റെ മുന്നിലേക്ക് നിർത്തി അവർ പറഞ്ഞു. ഇനി പറ. അത് മുത്തശ്ശി, എന്നെ എൻട്രൻസ് കോച്ചിങ്ങിന് വിടുമോ? അവൾ ആശങ്കയോടെ അവരെ നോക്കി. വിജയലക്ഷ്മി ഒരു നിമിഷം ചിന്തയിലാണ്ടു. +2 റിസൾട്ട് വരുന്നത് എപ്പോഴാണ്? അവർ അവളോട് തിരക്കി. അത് ചിലപ്പോൾ അടുത്തയാഴ്ച വരും. നന്നായിട്ട് എഴുതിയിട്ടില്ലേ നീ? മാർക്ക് കുറവാണെങ്കിൽ എൻട്രൻസിന് അഡ്മിഷൻ കിട്ടില്ല. പിന്നെ ചേരണമെങ്കിൽ കുറച്ച് കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരും. തൻ്റെ കയ്യിലുള്ള വളയിൽ പിടിച്ച് തിരിച്ച ശേഷം അവർ പറഞ്ഞു. ഏതായാലും റിസൾട്ട് വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. താങ്ക് യു മുത്തശ്ശി. അവൾ നന്ദിയോടെ അവരുടെ കവിളിൽ ചുംബിച്ചു. മുത്തശ്ശി ഇങ്ങോട്ട് മാറിക്കേ, ഞാൻ ചെയ്യാം ഇതൊക്കെ. മുത്തശ്ശിയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, പണിയൊക്കെ ഞാൻ തന്നെ ചെയ്തോളാമെന്ന്. അതൊന്നും കേൾക്കില്ല. എന്നിട്ട് രാത്രിയാവുമ്പോൾ കൈവേദന, കാലുവേദന എന്നൊക്കെ പറഞ്ഞ് കൈയും കാലും തടവിയിരിക്കും. രാത്രിയൊട്ട് ഉറങ്ങത്തും. കപടമായ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ അവരെ കസേരയിൽ കൊണ്ടുപോയിരുത്തി. എന്നിട്ട് പണികളൊക്കെ വേഗം ഒതുക്കാൻ ആരംഭിച്ചു. പാവം കുട്ടി, അതിനോട് താൻ എങ്ങനെ പറയും? തുടർന്ന് പഠിപ്പിക്കാൻ ഈ കിളവിയുടെ പക്കൽ ഒന്നും തന്നെ ഇല്ല എന്ന്. ആകെയുള്ളത് ഈ വളയാണ്. ശ്രീമംഗലത്തേക്ക് കാലുകുത്തുമ്പോൾ പൊന്നായി 20 പവനാണ് അച്ഛൻ തന്നത്. സ്ത്രീധനം കണക്ക് പറഞ്ഞ് മേടിച്ചെടുത്തതാണ് അദ്ദേഹത്തിൻ്റെ അമ്മ. എതിർക്കാൻ തോന്നിയില്ല. അന്നൊക്കെ എതിർത്ത് സംസാരിക്കാൻ ഭയമായിരുന്നു. എന്തിനധികം പറയുന്നു, കല്യാണത്തിൻ്റെ അന്നാണ് അദ്ദേഹത്തെ താൻ കണ്ടത് തന്നെ. അച്ഛൻ്റെ കഷ്ടപ്പാടും വിയർപ്പുമാണ് സ്വർണത്തിൻ്റെ രൂപത്തിൽ താൻ അലങ്കാരമായി കൊണ്ടു നടന്നത്. പക്ഷേ വിവാഹത്തിൻ്റെ അന്ന് മാത്രമേ ആ ആഭരണങ്ങളൊക്കെ കണ്ടിട്ടു. വിവാഹം കഴിഞ്ഞ അന്ന് രാത്രി തന്നെ 2 വളയും താലിയും ഒഴികെയുള്ള എല്ലാ ആഭരണങ്ങളും അമ്മ വാങ്ങി പെട്ടിയിലാക്കിയിരുന്നു. അതിനെ എതിർത്ത് ഒരാൾ പോലും സംസാരിച്ചില്ല. അവർക്ക് അവകാശപ്പെട്ടതെന്തോ തിരികെ മേടിക്കുന്ന ഭാവമായിരുന്നു എല്ലാവരിലും കണ്ടത്. പിന്നീട് അങ്ങോട്ട് സ്ത്രീധനം കുറഞ്ഞു പോയതിൻ്റെ പേരിൽ എന്തെല്ലാം സഹിച്ചു. ഒരിക്കൽ വിനുവുമായി ആത്മഹത്യക്ക് ശ്രമിച്ചു. അത് അമ്പേ പരാജയപ്പെട്ടു. അന്നിത് കൂട്ടുകുടുംബമായിരുന്നു. ശമ്പളമില്ലാത്ത വേലക്കാരി. അതുമാത്രമായിരുന്നു താൻ. എല്ലാം കൊണ്ടും മടുത്തു തുടങ്ങിയ ഒരു ജീവിതം. പിന്നെയും കാലങ്ങളേറെ കഴിഞ്ഞപ്പോൾ നിതീഷും ശ്രീദേവിയും ഉണ്ടായി. പിന്നീടുള്ള ജീവിതം മക്കൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. തൻ്റെ അവസ്ഥ മകൾക്ക് വരരുത് എന്ന് കരുതി ഓരോന്നും ചൊല്ലിക്കൊടുത്ത് തന്നെയാണ് അവളെ വളർത്തിയത്. എന്നിട്ടും ആ ഓർമ്മയിൽ അവരുടെ നെഞ്ചകം വിങ്ങി. കണ്ണിൽ നിന്നും നീർത്തുള്ളികൾ പെയ്തിറങ്ങി. നെഞ്ചിൽ ആരോ കൊളുത്തി വലിക്കുന്നത് പോലെ, ശരീരത്തിൻ്റെ ഭാരം നഷ്ടപ്പെട്ട് ഒരു തൂവൽ പോലെ. അവരുടെ കണ്ണുകൾ പിറകിലേക്ക് മറിഞ്ഞു. കയ്യിലിരുന്ന ഗ്ലാസ് വലിയ ശബ്ദത്തോടെ നിലത്തേക്ക് വീണു. ഉമ അലറി വിളിച്ചുകൊണ്ട് അവരുടെ അരികിലേക്ക് പാഞ്ഞെത്തി. മുത്തശ്ശി. അവളുടെ വിളികൾക്ക് അവർ കാതോർത്തില്ല. കണ്ണുകളടച്ച് നിശ്ചലമായി അവർ താഴെ കിടന്നു.